മഞ്ഞുമൂടിയ മലനിരകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ മൂന്നാർ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. മൂന്നാറിൽ സന്ദർശകർക്കായി കാത്തിരിക്കുന്ന പ്രധാന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളാണ്. ഈ പച്ചപ്പിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേയിലത്തോട്ടങ്ങളിൽ ഒന്നായ മൂന്നാറിൻ്റെ ഐഡൻറ്റിറ്റിയായ ടാറ്റ ടീ എസ്റ്റേറ്റുകളിലൂടെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാരാണ് മൂന്നാറിൽ തേയില കൃഷിക്ക് തുടക്കമിട്ടത്. പിന്നീട് കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി KDHP രൂപീകരിക്കപ്പെട്ടു. 1960-കളിൽ ടാറ്റ ഗ്രൂപ്പ് ഈ തോട്ടങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ടാറ്റ ടീ എന്ന ബ്രാൻഡ് ജനിക്കുന്നത്. ഏകദേശം 24,000 ഹെക്ടറിലധികം സ്ഥലത്താണ് ഇന്ന് ഈ തോട്ടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. നിലവിൽ തൊഴിലാളികൾക്ക് കൂടി പങ്കാളിത്തമുള്ള KDHP കമ്പനിയായാണ് ഇത് പ്രവർത്തിക്കുന്നത്. മൂന്നാറിലെത്തുന്നവർ തീർച്ചയായും കാണേണ്ട സ്ഥലമാണ് നല്ലതണ്ണി എസ്റ്റേറ്റിലെ ടാറ്റ ടീ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയമാണിത്. ഇവിടെ വന്നാൽ 1905-ലെ പഴയ റോട്ടർ യന്ത്രം മുതൽ ആധുനിക യന്ത്രങ്ങൾ വരെ കാണാം. പണ്ട് കാലത്ത് തേയിലത്തോട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന റെയിൽവേ ട്രാക്കുകളുടെ അവശിഷ്ടങ്ങളും ഇവിടെയുണ്ട്. എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിറയെ തോട്ടം തൊഴിലാളികളെ കാണാം. അവരുടെ കഠിനാധ്വാനമാണ് നമ്മുടെ ചായക്കോപ്പയിലെത്തുന്നത്. ഈ പച്ചപ്പും അതിനിടയിലൂടെയുള്ള ചെറിയ പാതകളും മഞ്ഞു വീഴുന്ന താഴ്വരകളും ഏതൊരു സഞ്ചാരിയെയും മോഹിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നിരവധി ഫോട്ടോ പോയിന്റുകൾ ഈ എസ്റ്റേറ്റുകൾക്കുള്ളിലുണ്ട്. മൂന്നാറിൽ വന്നിട്ട് ഇവിടുത്തെ ഫ്രഷ് ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ല. മ്യൂസിയത്തിനടുത്തു തന്നെ മികച്ച തേയിലപ്പൊടികൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ വ്യത്യസ്ത തരം ചായകൾ രുചിച്ചു നോക്കാനും അവസരമുണ്ട്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, അങ്ങനെ പലതരത്തിലുള്ള ചായകൾ. മൂന്നാറിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണിവിടം. മൂന്നാറിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ കാഴ്ചയും ഇവിടെ നിന്ന് ആസ്വദിക്കാം. മനോഹരമായ ഒരു തടാകവും ഡാമും ചേർന്ന ഇടമാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ സ്പീഡ് ബോട്ട് യാത്രയ്ക്കും കുതിരസവാരിക്കും സൗകര്യമുണ്ട്. മൂന്നാറിലെ പ്രകൃതിദത്തമായ അത്ഭുതങ്ങളിൽ ഒന്നാണ് റോക്ക് കേവ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെ മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള യാത്രാമധ്യേ റോഡരികിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വലിയ രണ്ട് പാറകൾക്കിടയിലുള്ള സ്വാഭാവികമായ ഒരു വിടവാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹ പ്രകൃതിയുടെ ഒരു വിസ്മയമായി കണക്കാക്കപ്പെടുന്നു. യാത്രക്കാർക്ക് റോഡരികിൽ തന്നെ വണ്ടി നിർത്തി എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണിത്. ഇതിനുള്ളിലേക്ക് കുറച്ചു ദൂരം പ്രവേശിക്കാനും സാധിക്കും. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങളും പച്ചപ്പും ഫോട്ടോഗ്രാഫർമാർക്ക് പ്രിയപ്പെട്ട കാഴ്ചകളാണ്. ഗുഹയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാൻ സഞ്ചാരികൾ ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട്. മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള തടാകം എന്നിവ സന്ദർശിക്കാൻ പോകുന്ന വഴിയിലായതുകൊണ്ട് പ്രത്യേകമായി ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ടതില്ല. യാത്രക്കിടയിൽ ഒരു 15-20 മിനിറ്റ് ഇവിടെ ചെലവഴിച്ചാൽ മതിയാകും. പ്രാദേശികമായി ഇതിനെ മലയാട് കേവ് എന്നും വിളിക്കാറുണ്ട്. എക്കോ പോയിന്റ്. മലനിരകൾക്കിടയിലെ ഈ സ്ഥലത്ത് നാം ശബ്ദമുണ്ടാക്കിയാൽ അത് പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ ഇവിടം ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയപ്പെട്ട ഇടമാണ്. കുണ്ടള തടാകം. പെഡൽ ബോട്ടിങ്ങിനും കാശ്മീരിലെ ഷിഖാര മോഡൽ ബോട്ടുകൾക്കും പ്രശസ്തമായ ശാന്തമായ ഒരു തടാകമാണിത്. ടോപ്പ് സ്റ്റേഷൻ. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഈ സ്ഥലത്തു നിന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ പനോരമിക് കാഴ്ച കാണാം. നീലക്കുറിഞ്ഞി പൂക്കുന്ന ഇടങ്ങളിൽ ഒന്നാണിത്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് മൂന്നാർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. ഈ സമയത്ത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ കട്ടി കുറഞ്ഞ സ്വെറ്റുകളോ ജാക്കറ്റുകളോ കരുതുന്നത് നന്നായിരിക്കും. മൂന്നാറിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളിലൂടെയും കോടമഞ്ഞിലൂടെയും ഒരു രാജകീയ യാത്ര ഒരുക്കുന്ന KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് സഞ്ചാരികൾക്കിടയിൽ വലിയ തരംഗമാണ്. ബസ്സിൻ്റെ മുകൾ ഭാഗം സുതാര്യമായതിനാൽ മൂന്നാറിലെ തണുത്ത കാറ്റേറ്റും തേയിലത്തോട്ടങ്ങളുടെ 360 ഡിഗ്രി കാഴ്ചകൾ കണ്ടും യാത്ര ചെയ്യാം. ഇപ്പോൾ സീസണല്ലാത്തതിനാൽ പൊതുവെ 2 ഡബിൾ ഡെക്കർ ബസ്സുകൾ ആണ് സർവീസ് നടത്തുന്നത്. താഴെയും മുകളിലുമായി ഓരോ ബസ്സിലും 32 വീതം സീറ്റുകളുണ്ട്. മുകളിലിരുന്ന് യാത്ര ചെയ്യാൻ ഒരാൾക്ക് 400 രൂപയും താഴെ ഇരിക്കാൻ 200 രൂപയുമാണ് ടിക്കറ്റ്.
3 മണിക്കൂർ സമയമാണ് ഒരു ട്രിപ്പിന്. ഒന്നാമത്തെ ബസ് രാവിലെ 9 മണിക്ക് പുറപ്പെട്ട് 12 മണിക്ക് തിരിച്ചെത്തും. രണ്ടാമത്തെ ബസ് 9:30 പുറപ്പെട്ട് 12:30 തിരിച്ചെത്തും. ശേഷം 12:30 1 മണിക്കും ബസ്സുകൾ പുറപ്പെടും. പിന്നീട് 4 മണിക്കും 4:30 മൂന്നാറിലെ പ്രധാന കാഴ്ചകളായ മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, കുണ്ടള ഡാം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. KSRTCയുടെ ബസ്സിൽ സഞ്ചാരികൾക്ക് രാപ്പാർക്കാനുള്ള സൗകര്യവുമുണ്ട്. ഈ ബസ്സുകളിലേക്കുള്ള ബുക്കിങ്ങിന് ഓൺലൈൻ സൗകര്യമുണ്ട്. ഇപ്പോൾ സീസണില്ലാത്തതിനാൽ ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അവിടെ എത്തിയാൽ നേരിട്ട് പ്രവേശനം ലഭിക്കും. തത്വത്തിൽ 3 മണിക്കൂറാണ് യാത്രയെങ്കിലും പ്രയോഗത്തിൽ 1.5 മണിക്കൂറേ അനുഭവിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ന്യൂനത ഇതിനുണ്ട്. 1.5 മണിക്കൂർ യാത്രയ്ക്കു ശേഷം ബസ് തിരികെ വരുന്നതും അതേ റൂട്ടിൽ തന്നെയാണ് എന്നതാണ് കാരണം. പഴഞ്ചൻ സർക്കാർ ആഫീസുകളുടെ പതിവ് രീതിയിൽ നിന്നും KSRTCയും ഇനിയും പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ആദ്യമായി ഈ ബസ് സർവീസ് ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന സഞ്ചാരികൾക്ക് അനുഭവപ്പെടുക. ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ പരിഗണിച്ച് അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നതിൽ മൂന്നാറിലെ KSRTC ഡിപ്പോ ഒരു പരാജയമാണെന്ന് ആർക്കും ബോധ്യമാവും. പതിവ് യാത്രക്കാരെന്ന പോലെയാണ് ആദ്യമായി എത്തുന്നവരെയും അവർ കണക്കാക്കുന്നത്. അന്വേഷണങ്ങൾക്കുള്ള മറുപടിയെല്ലാം ആ വിധത്തിലേ ലഭിക്കുകയുള്ളൂ.